വിവാഹത്തിന് മുൻപായി പെൺകുട്ടി തന്റെ വിവാഹ വസ്ത്രം ഒന്ന് ധരിച്ചു നോക്കുന്നു. ഒരുപാട് നേരം ഹൈ ഹീൽസ് ധരിച്ച് കാലിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ അവളുടെ ബോഡി ഗാർഡ് ആവട്ടെ പരന്ന ഉപരിതലമുള്ള ചെരുപ്പ് അവൾക്ക് കാലിലേക്ക് ഇട്ടുകൊടുക്കുന്നു. തനിക്ക് രഹസ്യമായി പ്രണയം തോന്നിയ തന്റെ ബോഡി ഗാർഡ് ഈ വിവാഹത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കുമെന്ന് അവൾ കരുതി. യുവാവിന്റെ അശ്രദ്ധ മുതലെടുത്ത് പെൺകുട്ടി അവനെ കിസ് ചെയ്യുന്നു. എന്നാൽ വാസ്തവത്തിൽ യുവാവ് അവളുമായി ഇതിനു മുമ്പേ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവളുടെ തുറന്നു പറച്ചിലിന് മറുപടി നൽകാൻ അയാൾ എപ്പോഴും ഭയപ്പെട്ടിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടിയുടെ രണ്ടാനമ്മയും മകളും കൂടി അവളോട് വിവാഹ ചടങ്ങിനായി പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത്. പോകുന്നതിന് മുമ്പായി അവളുടെ അമ്മ അവനൊരു താക്കീത് നൽകുന്നു. അവൾ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവുകയാണ്. ഇനിയെങ്കിലും അവളുടെ അടുത്തുനിന്ന് അകലം പാലിക്കണമെന്ന്. താൻ സ്നേഹിച്ച സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് കണ്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അയാളുടെ സഹായികൾക്ക് മനസ്സിലായില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, അയാളോടൊപ്പം അവൾ ഉണ്ടായിരിക്കുന്നത് അവളുടെ ജീവൻ ആപത്തിലാക്കുമെന്ന് അയാൾ പേടിച്ചിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയൊരു മാഫിയ തലവനായിരുന്നു അയാൾ. അയാൾക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ടായിരുന്നു. ഒരു വർഷത്തിന് മുമ്പ് അയാൾക്ക് കാര്യമായി പരിക്കേൽക്കുന്നു. പെൺകുട്ടിയാവട്ടെ തന്റെ മുടിയിലെ റിബൺ ഊരി അയാളുടെ മുറിവുകൾ കെട്ടിവെക്കുന്നു. പോകുന്നതിന് മുമ്പായി അവൾ തന്റെ പക്കലുള്ള ഒരു മരുന്ന് അവന് കൊടുത്തിട്ട് അത് വേദന കുറയ്ക്കുമെന്ന് പറയുന്നു. അവൾ അയാളോട് കാണിച്ച ദയ കൊണ്ടാണ് അവളുമായി അയാൾ എളുപ്പത്തിൽ പ്രണയത്തിലായത്. പെൺകുട്ടി തനിക്ക് വേണ്ടി ഒരു ബോഡി ഗാർഡിനെ അന്വേഷിക്കുന്നുവെന്ന് അറിഞ്ഞ യുവാവട്ടെ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് ബോഡി ഗാർഡ് ആവുന്നു. പെൺകുട്ടി അപകടത്തിൽ പെടുമ്പോൾ അവളെ അടുത്തുനിന്ന് തന്നെ അവന് സംരക്ഷിക്കാൻ സാധിക്കുന്നു. അവനാൽ സംരക്ഷിക്കപ്പെട്ട പെൺകുട്ടിയാവട്ടെ ഉടനടി തന്നെ അവനുമായി പ്രണയത്തിലാവുന്നു. അവരുടെ രണ്ടാനമ്മയ്ക്ക് അവരുടെ ബന്ധത്തിൽ വളരെയധികം സംശയമുണ്ടായിരുന്നു. ധനികനായ യുവാവിനെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയിൽ നിന്ന് അകലം പാലിക്കണമെന്ന് പറഞ്ഞ് അയാൾക്ക് താക്കീത് ചെയ്യുന്നു. യുവാവിന് തന്നോട് എന്തെങ്കിലും വികാരമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ അവന്റെ മറുപടി അവളുടെ ഹൃദയം തകർക്കുന്നു. മനഃപൂർവ്വം പെൺകുട്ടി രണ്ടാനമ്മ തീരുമാനിച്ചു വെച്ച വിവാഹത്തിന് തയ്യാറാവുന്നു. വിവാഹ വസ്ത്രം പെൺകുട്ടി ധരിക്കുന്നതിനിടയിൽ അവളെ അത് ധരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനിടയിൽ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന്. അവനിൽ നിന്ന് എന്ത് മറുപടിയാണ് പെൺകുട്ടി ആഗ്രഹിക്കുന്നതെന്ന് അവന് നല്ലപോലെ അറിയാമായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും അവളുടെ ഭാഗത്ത് തന്നെ നിൽക്കുമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് പെൺകുട്ടി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ആ ദിവസം അവൾ ഉപേക്ഷിച്ചു പോയ ബ്രേസ്ലെറ്റ് എടുക്കാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് യുവാവ് ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ കണ്ണാടിയിൽ പെൺകുട്ടി രക്ഷപ്പെടാനായി വരച്ച ഒരു മാപ്പ് അവൻ കണ്ടെത്തുന്നു. പെൺകുട്ടിയാണ് അത് വരച്ചതെന്ന് ജീവനക്കാർ അവനോട് പറയുന്നു. അവൾ വിവാഹത്തിൽ നിന്ന് ഓടിപ്പോവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. എന്നിരുന്നാലും തന്റെ ധൈര്യം സംഭരിച്ച് വിവാഹവേദിയിലേക്ക് എത്താൻ അയാൾ തീരുമാനിക്കുന്നു. എന്നാൽ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ തന്നെ രണ്ടാനമ്മ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അയാളെ തല്ലാനൊരുങ്ങുന്നു. അയാൾ ഗുരുതര പരുക്കുകളോടെ വിവാഹവേദിയിൽ എത്തിയപ്പോൾ പെൺകുട്ടിയും പ്രസ്തുതവരനും കൂടി വിവാഹ ചടങ്ങുകൾ പകുതിയോളം പൂർത്തിയാക്കിയിരുന്നു. ഈ രംഗം കണ്ട യുവാവട്ടെ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ ഒരു മടിയും കൂടാതെ പിന്തുടർന്ന് അയാളുടെ പിറകെ പോകുന്നു. ഈ സമയം അവൻ ധരിപ്പിച്ചിരുന്ന ചെരുപ്പുകൾ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ കാലിൽ. പ്രതിശ്രുതവരൻ പിന്തുടർന്നെങ്കിലും യുവാവ് പെൺകുട്ടിയുമായി അവിടെ നിന്ന് പോകുന്നു.